ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വിജയ് തെണ്ടുൽക്കർ എഴുതിയ സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്ന് പറയുന്ന ഒരു പ്ലേ ആണ്. വിജയ് തെണ്ടുൽക്കർ എന്ന് പറയുന്ന ആൾ ഒരു ടെലിവിഷൻ റൈറ്ററാണ്. നമുക്ക് പ്ലേയുടെ ഷോർട്ട് സമ്മറിയിലേക്ക് പോകാം. ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ലീല ബനാറെ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണിച്ചിട്ടാണ്. അവർ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. മീറ്റിംഗ് ഹാൾ എവിടെയാണ് എന്ന് വെച്ചാൽ ഒരു സ്മോൾ ഇന്ത്യൻ വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്. ആ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് അവർ കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ അവർ മാത്രമല്ല, കുറേ കൊളീഗ്സ് ആളുകൾ ഒക്കെയുണ്ട്. എല്ലാവരും അവിടെ വന്നിട്ട് ലൈവ് കോർട്ട് റൂം പെർഫോം ചെയ്യാൻ പോവുകയാണ് അവിടെയുള്ള വില്ലേജേഴ്സിന് വേണ്ടിയിട്ട്. ബനാറി എന്ന സ്ത്രീ വളരെ നേരത്തെ തന്നെ അവിടെ എത്തുന്നുണ്ട്. അവരുടെ കൂടെ ഒരു വില്ലേജർ ഉണ്ട്. സാമന്ത് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. ഈ സാമന്ത് ആണ് ആ ബിൽഡിംഗ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീലയെ ഹെൽപ്പ് ചെയ്യുന്നത്. അയാളുടെ ഒപ്പമാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് അവർ സംസാരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ വരാൻ വേണ്ടിയിട്ട് ആരും വന്നിട്ടില്ല. ഇനി ബനാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവളുടെ കാര്യങ്ങൾ ആർക്കും അറിയില്ല. അവൾ അൺമാരീഡ് ആണ്, ബട്ട് പ്രഗ്നൻ്റ് ആണ്. അവൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് അവളെ എന്താക്കുകയാണ് ചെയ്യുന്നത്, പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ബോസ് വിചാരിക്കുന്നത് അൺമാരീഡായ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുക എന്ന് വെച്ചാൽ അതൊരു ഇമ്മൊറാലിറ്റിയുടെ സൈനാണെന്നും, അങ്ങനെയുള്ള ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഇമ്മൊറാലിറ്റി കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കുമെന്നാണ് ബോസ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഇനി കൂടുതൽ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് വെച്ചാൽ മതി. ഷുഗാക്മെ, ട്രോക്റ്റെ, പോങ്ഷെ, കാക്നിക, മിസിസ് കാശികർ, മിസ്റ്റർ കാശികർ, ഇവരെയൊക്കെയാണ് നമ്മൾ ഇതിലൊക്കെ എന്താക്കുന്നത്, കാണുന്നത്. നിങ്ങളിത് ജസ്റ്റ് എന്താക്കുക, ഒന്ന് കേട്ട് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ട്രൂപ്പിലുള്ള 2 ആളുകൾക്ക് അന്ന് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഒന്ന് പ്രൊഫസറോ ഡാംലിയും, രണ്ടാമത്തെ മിസ്റ്റർ റാത്തയുമാണ്. ഈ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രൂപ്പ് ഒരു കാര്യം ഡിസൈഡ് ചെയ്യുകയാണ്. നമുക്കൊരു ട്രയൽ നടത്താം. ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കുന്നുണ്ട്. ഷുഗാക്മ ലോയറായിട്ട് പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാശികറാണ് ആ ഒരു പ്ലേയുടെ ജഡ്ജ്. ഇവരുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തൊക്കെ ആ ഒരു ബനാറെ പുറത്തു നിൽക്കുകയാണ്. ഈ ഒരു ട്രയൽ നടത്തുമ്പോൾ അവിടെ ഒരു അക്യൂസ്ഡ് വേണം. അക്യൂസ്ഡായിട്ട് തീരുമാനിക്കുന്നത് ലീല ബനാറെയാണ്. അങ്ങനെ പോങ്ഷേക്കും കാഗ്നിക്കും കുറച്ച് കാര്യങ്ങളിൽ ഡൗട്ടുണ്ട്. ബനാറയുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ലീല ബനാറയെ ആണ് അക്യൂസ്ഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്ത് കാര്യമാണ് അക്യൂസ്ഡ് ചെയ്യുന്നത്? ഇൻഫാൻറ്റിഡൈസ്, അതായത് സ്വന്തം ഇൻഫാൻറ്റിനെ കൊല്ലുക എന്നാണ് ഇൻഫാൻറ്റിഡൈസ് എന്ന് പറയുന്നത്. ആ ഒരു കുറ്റമാണ് അക്യൂസ് ആക്കിയിട്ട് ലീലയ്ക്ക് കൊടുക്കുന്നത്. ആ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബട്ട് ബനാറെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കൊലാബറേറ്റേഴ്സ് എന്താക്കുന്നുണ്ട്, സീരിയസ് ആവാൻ പറയുന്നുണ്ട്. ആ ഒരു ട്രയൽ പുരോഗമിക്കുമ്പോൾ അവളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കാര്യങ്ങൾ കൈകടത്തുന്ന രീതിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അവളെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കൊലാബറേറ്റേഴ്സ് പറയുന്നുണ്ട്, ഇതൊരു ഗെയിമാണ്, അങ്ങനെ എടുത്താൽ മതി. അവിടെ കൂടിയിരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അവളെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻ്റൽ കാഴ്ചപ്പാടുണ്ട്. അവൾ അൺമാരീഡ് ആണ്, ഔട്ട് സ്പോക്കൻ ആണ്. ഇതുപോലെയുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈ അവസരം അവളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ട്രയൽ മുന്നോട്ട് പോവുകയാണ്. ചൂടുപിടിക്കുന്ന ഒരു ചർച്ച ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും ട്രോക്റ്റെ ഒരു കാര്യം റിവീൽ ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നത്, അയാൾ ഒരു ആഫ്റ്റർനൂണിൽ ഡാംലിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ബനാറയെ കണ്ടു എന്നാണ്. ചർച്ച ചൂടുപിടിക്കാൻ ഏതൊരു നോവലിലെ വായിച്ച സീൻ സാമന്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബനാറെ പ്രഗ്നൻ്റായ കാര്യവും അതുപോലെ ഡാംലെയുമായിട്ടുള്ള അഫെയറിൽ നിന്നാണ് ഈ ഒരു പ്രഗ്നൻ്റ് ഉണ്ടായത് എന്നുമൊക്കെ അവൻ പറയുന്നുണ്ട്. കാര്യം സത്യമാണ്, എന്നാലും സാമന്ത് ഊഹിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബനാറെ വളരെയധികം ഡെസ്പടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, അവൾ ചിന്തിക്കുന്നത് തൻ്റെ നല്ല ഭാവിയെക്കുറിച്ചാണ്. അങ്ങനെ അവൾ ഡെസ്പടിക്കുകയാണ്. ഇതിലെന്തൊക്കെയോ സത്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നെ ഈ ഒരു ട്രയൽ സീരിയസ് ആവുകയാണ് ചെയ്യുന്നത്.
ആർക്കും അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ കഴിയില്ല. ആ ഒരു റൂം ലോക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തു നിന്നാണ് അത് പൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ട്രയലും കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്ക്. പ്ലേ ആണെന്ന പേര് പറഞ്ഞ് പേഴ്സണൽ ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ട്രോക്റ്റെ, പോങ്ഷെ, കാഗ്നിഗോ ഇവരൊക്കെ അവളുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഡീറ്റെയിൽസ് അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. പോങ്ഷെയും ട്രോക്റ്റെയും വേറൊരു കാര്യവും റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു ബനാറ എന്ന് പറയുന്ന പെൺകുട്ടി അവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആ ഒരു ബനാറയെ കാണാൻ പോകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു കുട്ടിയെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ആ ഒരു പോങ്ഷെയും ട്രോക്റ്റെയും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടി ഈ ഒരു ബനാറയുടെ പേഴ്സണൽ ലൈഫ് വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. അവസാനം ട്രയൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഷുക്കാക് മേ ബനാറയ്ക്കെതിരെ കേസെടുക്കുന്നതാണ്. അവൾ സൊസൈറ്റിയെ കറപ്റ്റ് ചെയ്തു, മദർഹുഡ് എന്ന് പറയുന്നതിനെയും കറപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൾക്കെതിരെ ഒരു കേസെടുക്കാൻ വേണ്ടി വിധിക്കുന്നിടത്താണ് ഈ ഒരു ട്രയൽ അവസാനിക്കുന്നത്. ഈ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തമാശയുമായിട്ടാണ്, എന്നാൽ അവസാനിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. അതിനെതിരെ അവർ പറയുന്ന കാര്യം ഇമ്മൊറാലിറ്റിയും മദർഹുഡിനെ കറപ്റ്റ് ചെയ്തു എന്നൊക്കെയാണ്. പിന്നീട് ബനാറയ്ക്ക് ഒരു 10 സെക്കൻഡ് ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ഒരു സ്പീച്ച് പറയുന്നുണ്ട്. അതിലവൾ പറയുന്നത് അവൾക്ക് ധൈര്യമുണ്ട്, നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്, അവൾക്ക് പഠിപ്പിക്കാൻ നല്ല താല്പര്യമുണ്ട്, അവളുടെ കുട്ടിയെ അവൾക്ക് റേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് കാസ്രികർ ബനാറയ്ക്ക് വേണ്ടി പണിഷ്മെൻറ്റ് പറയുന്നതാണ്. കോർട്ട് ഓർഡർ ചെയ്യുന്നത് അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ അവൾ തകർന്നു പോയി. ആ ഒരു സമയത്ത് അവൾ അവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡോർ ലോക്ക് നീങ്ങി ആൾക്കാരൊക്കെ അകത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. പിന്നീട് അവിടെയുള്ളവർ റിയാലിറ്റിയിലേക്ക് വരികയാണ്. കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയാണ്. ഇതൊരു ഗെയിമാണല്ലോ, ഒരു റോള് പ്ലേ ചെയ്യുകയാണല്ലോ. അവർ ആ ഒരു കുഴഞ്ഞു വീണ ബനാറയെ വിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവൾ എഴുന്നേൽക്കുന്നില്ല. അവർ അവളെ അവിടെ ഇട്ട് വൈകിട്ടുള്ള പെർഫോമൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി, അവൾ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അവൾ പ്രഗ്നൻ്റ് ആയാൽ മെയിൽ ഡോമിനൻ്റ് സൊസൈറ്റി എങ്ങനെ അവളെ നോക്കിക്കാണും എന്നുള്ള ആ ഒരു ചുരുങ്ങിയ രൂപമാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഈ ഒരു പ്ലേ സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്ന് പറയുന്ന വിജയ് ടെണ്ടുൽക്കറിൻ്റെ ഈ ഒരു പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.